നോമ്പ് എന്ന് പറയുന്നത് അത് അള്ളാഹുവും അടിമയും തമ്മിൽ മാത്രം അറിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അല്ലാഹുവേ, ലിസ്സായിമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. അതിലൊരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തും മറ്റൊന്ന് അല്ലാഹുവിനെ കാണുന്ന സമയത്തുമാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൾ എത്ര വന്ന അടിമകളാണ് ഞങ്ങളെങ്കിലും ഞങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ നിന്നെ ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ഞങ്ങൾക്ക് നിന്നെ കാണാൻ അവസരം തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു ആ റബ്ബിനെ സ്നേഹിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബിന് വേണ്ടി എല്ലാം കൈയൊഴിച്ച് സുബഹി മുതൽ മഗ്രിബ് വരെ ജീവിക്കുന്ന നമ്മൾ ഇനിയങ്ങോട്ട് എന്റെ ജീവിതം മരണം വരെ എന്റെ റബ്ബ് ഇഷ്ടപ്പെട്ട നിലക്ക് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഭക്ഷണം കൈയൊഴിക്കുന്ന ഞാൻ, വെള്ളം കൈയൊഴിക്കുന്ന ഞാൻ, എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കുന്ന ഞാൻ, അതൊക്കെ എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ റബ്ബ് കൽപ്പിച്ചതെടുക്കാൻ ഞാൻ ശ്രമിക്കും. ആ റബ്ബ് വിരോധിച്ചത് ഞാൻ കൈയൊഴിക്കും. ഇനി ബാക്കിയുള്ള ജീവിതം ഈ പാവപ്പെട്ട എനിക്കറിയില്ല. ഇന്ന് രാത്രി അബൂദബിയിൽ പ്രസംഗിക്കണം, അല്ലാഹു അവസരം തരട്ടെ. പക്ഷേ ഞാൻ പറയട്ടെ, ആർക്കറിയും എന്റെ ജീവിതം എപ്പോഴാ തീരുന്നത്, നിങ്ങളെ ജീവിതം എപ്പോഴാ തീരുന്നത്, ആർക്കെങ്കിലും പറയാനൊക്കുമോ? അതുകൊണ്ട് എന്റെ ജീവിതം എന്ന് അവസാനിച്ചാലും ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം എന്റെ റബ്ബിന്റെ വെള്ളവും ഭക്ഷണവും കഴിച്ചവന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന ഞാൻ ആ റബ്ബ് കൽപ്പിച്ചത് എടുത്തുകൊണ്ടേ ജീവിക്കൂ, അവൻ വിരോധിച്ചത് ഒഴിച്ചുകൊണ്ടേ ജീവിക്കൂ എന്ന് മനസ്സിന്റെ ഉള്ളിൽ പ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് അതിനു വേണ്ടി, അതിന്റെ തൗഫീഖിന് വേണ്ടി, അത് എളുപ്പമാക്കി കിട്ടാൻ വേണ്ടി റബ്ബിനോട് താണുകയാണ് അപേക്ഷിക്കുക. റബ്ബേ, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാനാണ് റമദാൻ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാനാണ് നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ. ഇത് പ്രസംഗം നിർത്താനുള്ള എഴുത്തൊന്നല്ല, ഇതിലുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ DVD 8 എണ്ണം 3 റിയാൽ കൊടുത്താൽ കിട്ടും. നമ്മൾ ഫാറൂഖ് സഖാഫി സിറാജുൽ ഓർഗനൈസറാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സുൽത്താന്റെ തരീഖത്ത് എന്ന് പറഞ്ഞ് ഞാൻ ആലുവയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമുണ്ട്. അതിന്റെ CD കിട്ടുന്നതാണ് ഇതിലിപ്പോ എഴുതി തന്നത്. അങ്ങനെ CD DVD ആയിരക്കണക്കിനായി കൂടുതൽ വയലു കേൾക്കേണ്ടവരൊക്കെ കേട്ടാൽ ഇപ്പൊ അടുത്ത് ഞാൻ ദുബായി ചെന്നപ്പോ 250 മണിക്കൂറത്തെ വയല്, 250 മണിക്കൂർ വയല്. ഒരു ദിവസത്തിന് 24 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 250 മണിക്കൂർ വയല്, 100-ലധികം വിഷയങ്ങൾ. ഒരു ചെറിയ സാധനം, ആകെ ഒരു സിം കാർഡിന്റെ അത്രയുള്ള ഒരു സാധനം, അതിങ്ങനെ നമ്മൾ ആൾക്കാർ വിതരണം ചെയ്യുന്നത് കണ്ടു. നമുക്ക് കേട്ടാ നല്ലതാണ്. ചിലര് കേൾക്കൂല, ചിലര് കേൾക്കാൻ വലിയ താല്പര്യം. ഞാൻ MA യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നേട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ വാപ്പക്കൊക്കെ അള്ളാഹു പുറത്തു. അദ്ദേഹത്തിന്റെ വകയിൽ 3 വർഷം ഞാൻ ഗവൺമെന്റ് ഗസ്റ്റായി ഇറങ്ങിയപ്പോ 3 വർഷവും 20 ദിവസം UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിലൊക്കെ വയല് പറഞ്ഞിരുന്നു. അങ്ങനെ വയല് പറയുമ്പോ ആ വയൽക്ക് ഒരുപാട് ആളുകൾക്ക് കേൾക്കാൻ അദ്ദേഹം നിമിത്തമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇപ്പൊ കണ്ടപ്പോ, ഇപ്പൊ ഈ റമദാൻ 3-ന്റെ അന്ന് നോമ്പ് തുറക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായി. നിങ്ങൾ കുറെ ആളുകൾ. അപ്പോ 3-ാമത്തെ ദിവസം പണ്ഡിതന്മാരെ വിളിച്ച് നോമ്പ് ഉറപ്പിക്കുന്ന ദിവസമാണ്. ഓരോ ദിവസം ഓരോ. അപ്പൊ അന്ന് അവിടെ ചെന്നപ്പോ എന്നോട് പുതിയ CD ഒന്നും ഇല്ല. എത്ര വലിയ തിരക്കുള്ള ആളാണ് അയാൾ.
പക്ഷെ ഇടയ്ക്കിടയ്ക്ക് CD ചോദിച്ച് വാങ്ങിയിട്ട് കേൾക്കും. ഞാനിത് പറയുന്നത് നമ്മളെ സദസ്സിൽ ധാരാളം ബിസിനസ്സുകാരുണ്ടാവും. അവര് തിരക്കാണ്, എപ്പോഴും തിരക്ക്. ചിലർക്ക് അങ്ങനെയാ, വല്ലാത്ത തിരക്കാ. ഈ തിരക്ക് കൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. എപ്പ തിരക്ക് തീരുക? തിരക്ക് തീരുന്നൊരു സമയം വേണ്ടേ? സുബ്ഹാനല്ലാഹ്. എപ്പോ വന്ന് നോക്കിയാലും വിളിച്ചാലും തിരക്ക്. തിരക്കോ തിരക്ക് ഉണ്ടാക്കുന്നതോ ഉണ്ടാകുന്നതോന്നറിയില്ല. തിരക്ക് എങ്ങനെ തിരക്കൂട്ടണ്ട, അങ്ങനെ തിരക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പോണ്ടി ഇവിടെ തിരക്കിനൊക്കെ പരിധി വേണം. എല്ലാ തിരക്കിനും പരിധി വേണം. അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ധാരാളം പ്രസംഗം കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സൂറത്തുൽ കഹ്ഫ് കിട്ടിയില്ലേ? കിട്ടിയില്ല. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി പറഞ്ഞു, ഇപ്പൊ അടുത്തൊന്നും കിട്ടിയില്ലേ? താജിറു സാദിഖുൽ അമീനു എന്ന് പറഞ്ഞ ഹദീസ് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഞാനിപ്പോ അടുത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, താജിറു സദൂഖുൽ അമീനു നബിയ്യിന വസ്സദീഖീന വശുഹദാ. സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഏതോ ഒരു വയലിൽ ഇത് പറഞ്ഞിരുന്നു. അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിംമാർക്ക് മാത്രമല്ല സ്വർഗം എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കും, മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് മൂപ്പർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന പറഞ്ഞത്. ആ വകയിൽ പ്രത്യേക ഒരു കാവ് ഒടിച്ചിട്ട് പോകാൻ അങ്ങനെ പ്രത്യേകം കാവ തന്നു. പിന്നെയും അദ്ദേഹം CD ചോദിച്ചു. ഞാനീ പറഞ്ഞതിന് അർത്ഥം ഞാൻ പറയാൻ കാരണം, എത്ര വലിയ തിരക്കുള്ള മുതലാളിമാരാണ് അവര് ദീനിന്റെ ഇൽമു കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ഒരു ചോദ്യം, പണ്ഡിതന്മാര് മുതലാളിമാരെ കാണാൻ പോകും. പണ്ഡിതന്മാര് മുതലാളിമാരെ കാണാൻ പോകുന്നു. തങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. മുപ്പർക്ക് എന്റെ വീട്ടിൽ നിന്ന് നല്ല സുഖസുന്ദരമായിട്ട് ബീവിന്റെ കൂടെ തന്നെ സുഖസുന്ദരമായിട്ട് നോമ്പ് തുറന്ന് അവിടെ തന്നെ കൂടിക്കൂടെ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ലോകോട്ടാകെ കറങ്ങുന്നുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ ആലിമീങ്ങളും സയ്യിദന്മാരും ഒക്കെ പലപ്പോഴും പണക്കാരെ കാണാൻ പോകും. അവർ റാസിമാമ് തഫ്സീറിൽ ഒരു ചോദ്യം, ഈ പണക്കാരെ കാണാൻ എന്തേ ആലിമീങ്ങൾ പോകുന്നു, ആലിമീങ്ങളെ കാണാൻ എന്താ പണക്കാർ വരാത്തത് എന്നൊരു ചോദ്യം. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, പണക്കാരെ കയ്യിലുള്ള സാധനം പണമാണ്. ആ പണത്തിന്റെ ഉപകാരത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ബോധമുണ്ട്. പണ്ഡിതന്മാരുടെ കൈവശത്തിലുള്ളത് അറിവാണ്. അതിന്റെ ഉപകാരത്തെ കുറിച്ച് ആ പണക്കാർക്ക് ബോധമില്ല. അതിന് ഉത്തരവാദി നമ്മളല്ല. ഓരോരുത്തരും ഓരോ വിഷയത്തിന് പോവുക, ആ വിഷയത്തിന്റെ ഉപകാരം മനസ്സിലാവുമ്പോഴല്ലേ. ആ വിഷയത്തിന്റെ ഉപകാരം, പണത്തിന്റെ ഉപകാരം പണ്ഡിതന്മാർക്ക് ബോധമുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പണക്കാരെ സമീപിക്കുന്നു, അവരിൽ നിന്ന് സംഭാവനകൾ പിരിച്ച് യതീം കുട്ടികളെ പോറ്റുന്നു, അവരിൽ നിന്ന് സംഭാവനകൾ പിരിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരിൽ നിന്ന് സംഭാവന പിരിച്ച് പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നു. കാരണം പണം കൊണ്ട് ഉപകാരമുണ്ട്. അതേ സമയത്ത് ഇൽമു കൊണ്ട്, ദീനിയായ ഇൽമു കൊണ്ടുള്ള അറിവ് കൊണ്ടുള്ള ഫലം, ആത്മീയമായ അറിവ് കൊണ്ടുള്ള ഫലം അതീ ലോകത്തേക്കുള്ള ഫലമല്ല. അത് ഒരു മനുഷ്യന് എന്നെന്നും ജീവിക്കാനുള്ള, ഒരിക്കലും അവസാനിക്കാത്ത ലോകം. ചോദിക്കട്ടെ, ഖബറിൽ എത്ര വർഷം കിടക്കണം പറയാനൊക്കുമോ? മഹ്ശറിൽ എത്ര കാലം കഴിയണം? ചുരുങ്ങിയത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലം ഒരൊറ്റ ദിവസത്തിനുണ്ടെന്ന് ഖുർആൻ. 50000 കൊല്ലം. നമ്മളിവിടെ ജീവിച്ചാലും 100 കൊല്ലം ജീവിക്കുമെന്ന് കരുതൂ. അതിൽ തന്നെ ഏകദേശം പകുതിയോളം സമയം നമ്മുടെ ഉറക്കിലും കുട്ടിക്കാലത്തുമൊക്കെയായി അങ്ങ് കഴിഞ്ഞു പോയില്ലേ. എന്നാൽ 1000 കൊല്ലമല്ല, 10000 കൊല്ലമല്ല, 50000 കൊല്ലം പടച്ചവന്റെ കോടതിയിൽ ഒരൊറ്റ ദിവസത്തിനുണ്ടെന്ന് ഖുർആൻ. അതിനുശേഷം ജീവിതം തീരുന്നുണ്ടോ? ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ടീമിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാൻ. എന്നും സന്തോഷത്തിന്റെ ലോകം, നരകത്തിലേക്ക് പോകുന്നവനോ തുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഈമാനില്ലാതെ മരിച്ചവനാണെങ്കിൽ കാലകാലം നരകത്തിൽ തന്നെ. റബ്ബേ നീ കാക്കണേ അല്ലാഹ്.
അങ്ങനെ തീരാത്ത ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി എന്ത് വേണമെന്ന് നേടിയെടുക്കുകയല്ലേ പണ്ഡിതന്മാരിൽ നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാൾ ഫലവത്തായ മറ്റൊന്നുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഇൽമു നേടാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇൽമു നേടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നാഫിയായ ഇൽമു നമുക്ക് ഏറ്റിത്തരട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഇഖ്ബാൽ സാഹിബ് അയാൾ വന്നപ്പോ എന്നോട് പറഞ്ഞു, കുറേ മണിക്കൂർ പ്രസംഗം കിട്ടണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷേ നേരം വെളുത്തതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. സാധാരണ വാല് പറയുമ്പോൾ ഇടക്കിടക്ക് വെള്ളം കിട്ടും. നിങ്ങളൊന്നും വെള്ളവും തരുന്ന ആളില്ല. ഞാൻ മുസാഫറായിട്ട് എനിക്ക് വെള്ളം തന്നിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞതിന് അർത്ഥം വെള്ളം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. പരിശുദ്ധ റമദാനിൽ നല്ല ചൂടാണ്. ഈ ചൂടിന് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതൽ കേൾക്കേണ്ടവർക്കൊക്കെ DVD-കളും CD-കളും ഒക്കെ വാങ്ങി കേൾക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, നാം എപ്പോഴും നല്ല കാര്യത്തിൽ ആഗ്രഹമുള്ളവരാകണം. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നല്ല കാര്യത്തിൽ എന്നും ആഗ്രഹമുള്ളവരാകണം. നല്ലത് ഇനിയും കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. മടുക്കുകയല്ല വേണ്ടത്. മടുപ്പിക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുത്തപ്പോ അത് പോരാ, ഞങ്ങൾക്ക് ദിവസേന ക്ലാസ് വേണം എന്നാവശ്യപ്പെട്ടപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് ക്ലാസ് എടുത്തു തന്നിരുന്നത്. നിങ്ങൾക്ക് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും മിതത്വം പഠിപ്പിക്കുന്ന ഒരു മതമാണ്. അത് എല്ലാ വിഷയത്തിലും വേണം മിതത്വം. ഞാൻ പ്രത്യേകമായി പറയട്ടെ, അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ. വലാ തുസ്രിഫൂ, നിങ്ങൾ അനാവശ്യം ചെലവഴിക്കരുതെന്ന് ഖുർആൻ പ്രത്യേകം പറയുകയാണ്. ഇതുപോലെ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അനാവശ്യം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് ദൂർത്തടിക്കുന്ന പരിപാടികൾ നമ്മൾ കൈയൊഴിക്കണം. ഒരൊറ്റ കല്യാണത്തിന് എത്രയേ ജനങ്ങൾ ദൂർത്തടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്. നല്ല കാര്യമല്ലേ? നല്ല കാര്യം ചെയ്യുന്നതിനെ പറ്റിയല്ല. ദൂർത്തടിക്കുക. ഒരൊറ്റ കത്ത്, കല്യാണത്തിന്റെ ഒരു കത്ത്, സുബ്ഹാനല്ലാഹ്, തിരക്കിനിടയിൽ ഒരാൾ കത്ത് കൊണ്ട് തന്നത്. ഈ കത്ത് പൊളിച്ചിട്ട് അവസാനം ഈ കത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നോക്കണമെങ്കിൽ 15 മിനിറ്റ് വേണം. കാരണം ഇത് ആദ്യം ഒന്ന് പൊതിഞ്ഞ്, പിന്നെ ഒരു നാട കൊണ്ട് കെട്ടി, അതിൽ കെട്ടൊന്ന് അയച്ച്, എന്നിട്ട് അതൊന്ന് പൊളിച്ച്, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊന്ന് വെച്ച്, പിന്നെ നോക്കും കുറെ പൊടി ഇങ്ങനെ പോവുകയാണ്. അതും കഴിഞ്ഞ് അവസാനെല്ലാം കൂടി ഇതിന്റെ സാധനം കിട്ടണമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ചില പഴങ്ങളൊക്കെ, ഈ ചക്കയൊക്കെ അങ്ങനെയാണ്, കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. എല്ലാം കൂടി കത്ത് കിട്ടുന്നു പൊളിച്ച്. സുബ്ഹാനല്ലാഹ്, ഒറ്റ കത്തിന് എത്ര രൂപ മുതല്? നേരെ മറിച്ച് അതേ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തരുമെന്ന് ചോദിച്ചിട്ട് ചെന്ന് നോക്കിയാൽ അപ്പോഴറിയാം അയാളെ ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ. നിങ്ങളൊന്നും അങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ്, എനിക്കറിയില്ല. അങ്ങനെയാണെന്നും പറയുന്നില്ല, അങ്ങനെ അല്ലാതും പറയുന്നില്ല. അത് നിങ്ങളും അല്ലേറ്റാക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. ദൂർത്തടിക്കുന്നത് യാതൊരു ഇല്ല. അങ്ങനെയായി പോകരുത്. ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറനി റബ്ബി ബിതിസ്ഇൻ, 9 കാര്യം എന്റെ റബ്ബ് എന്നോട് നിർദ്ദേശിച്ചു. അതിലൊന്നാണ് ഖശിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ ഭയപ്പെടണം. വകലിമത്തുൽ അദ്ലി ഫിൽ ഗളബി വൽറിളാ, സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും പറയുന്ന വാചകം നീതിയുടെ വാചകമാകണം. വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതമായി മാത്രം ചെലവഴിക്കണം. മിതമായിട്ട് ചെലവഴിക്കുക, പരമാവധി ചെലവ് ചുരുക്കാൻ നോക്കുക. ഇപ്പോ ഞാനിപ്പോ ഈ പ്രസംഗത്തിൽ വരുമ്പോ ഇഖ്ബാൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കണമെന്നല്ല. പൈസ അയാൾ തരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എക്കോണമിക് ക്ലാസ് ടിക്കറ്റ് എടുത്തു. എന്തുകൊണ്ടെടുത്തു? ആകെ ഇവിടുന്ന് 1 മണിക്കൂർ വേണ്ട,
ദുബായിലേക്ക് എത്താൻ. ആ 1 മണിക്കൂറിന് വെറുതെ എന്തിന് പൈസ ലോക്കണം? അതിന് കൂടുതൽ വരുന്ന പൈസ വേണമെങ്കിൽ അയാളോട് സിറാജുലൊക്കെ വാങ്ങാം. നേരെ കുറച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ കുറച്ച് വീതിയുള്ള ചേരവിലിരുന്ന കാര്യം. നേരെ കുറച്ച് നീണ്ട യാത്ര നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ അവിടെ എത്തിയാൽ പിന്നെ വേറൊരു പ്രസംഗം കൂടി നടത്താന്ന് വിചാരിക്കാം. ഇത് ഒരു 1/2 മണിക്കൂർ നേരത്തെ എന്താ കാര്യം കിട്ടുക? ഞാനങ്ങനെ ചിന്തിച്ചോ. നിങ്ങളാ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടാവുന്നല്ലോ കേട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പരമാവധി ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ഒക്കെ മിതമായി ചെലവഴിക്കണം. ഇന്നലെ ഒരു വലിയ മുതലാളിനെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ അമിതമായ ചെലവ് കൊണ്ട് കച്ചവടത്തിൽ ബിസിനസ്സിൽ വലിയ വിഷമം വന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മള് ശ്രദ്ധിക്കണം, വരവും ചെലവൊക്കെ ഒന്ന് നോക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു മാസത്തിൽ 50,000 ദിർഹം ലാഭം കിട്ടുന്ന ഒരു കച്ചവടം, അതിനൊരു മാസത്തിൽ 60,000 റുപ്യന്റെ ഫ്ലാറ്റ് എടുത്താൽ അവന് കച്ചവടം കൊണ്ട് കാര്യമുണ്ടാവും. അപ്പൊ ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മനുഷ്യൻ മിതമായി മാത്രം ചെലവഴിച്ചു പഠിക്കും. ഒരിക്കലും മിതമായി ചെലവഴിക്കുന്ന ആള് ദാരിദ്ര്യത്തിൽ പെട്ടുപോകില്ല. ദൂർത്തടിക്കുന്നവനാണ് പലപ്പോഴും ദാരിദ്ര്യത്തിൽ പെട്ടത്. അങ്ങനെ ദൂർത്തടിക്കുന്ന മനുഷ്യൻ പിന്നെന്ത് ചെയ്യും? അവന്റെ ബിസിനസ് നിലനിർത്താൻ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേറെ പലരോടും ഷെയർ വാങ്ങും. കൃത്യമായിട്ട് തെളിവൊന്നും പറ്റാ ഷെയർ വാങ്ങാം. പിന്നെ വിളിച്ചു നോക്കിയാൽ ഫോൺ എടുക്കലുണ്ടാവില്ല. എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ പൈസ വാങ്ങിയിട്ട് എപ്പോ വേണമെങ്കിൽ തിരിച്ചു തരാന്നൊരാണ്, ലാഭം കിട്ടിയാൽ ലാഭം തരുന്നതാണ്, ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. എത്ര ആളാ കംപ്ലൈന്റ് പറയുന്നത്? എന്തുകൊണ്ടാണ്? ദൂർത്തടിച്ചതല്ലേ, ദൂർത്തടിക്കാൻ വേണ്ടി പണം കയ്യിലാക്കിയതല്ലേ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന സമയത്ത് മറ്റൊരുത്തന്റേത് കയ്യിലാകാത്ത നിലക്ക് ജീവിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾ പടച്ചറബ് ഒരുപക്ഷെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ, അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കോ രാവിലെയോ ഏതെങ്കിലും ഒരു നല്ല സമയത്ത് റബ്ബിനോട് മാപ്പ് പറഞ്ഞാൽ, പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പ് തന്നു എന്ന് വരും. പക്ഷേ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ഹക്ക്, വേറെ ഒരാൾക്ക് കൊടുക്കാനുള്ള ഹക്ക്, അത് മാപ്പ് അള്ളാഹു തരൂല, തൗബ കൊണ്ട് പൊറുക്കൂല. അതിന് ആ വ്യക്തി തന്നെ നമുക്ക് മാപ്പ് നൽകണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ മറ്റൊരാൾക്ക് ഹക്കുള്ള നിലക്ക് മരിക്കാൻ കാരണമാകരുത്. മിതമായി ചെലവഴിച്ചു പഠിക്കണം, ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അഅ്ളമൻ നികാഹി ബറക്കത്തൻ ഐസറുഹുന്ന മുനാ, നികാഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ള നികാഹ് ചെലവ് ചുരുങ്ങിയ നിക്കാഹാണെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പഠിപ്പിക്കുന്നു. അപ്പൊ നിക്കാഹിലാണെങ്കിലും ശരി, മറ്റേത് വിഷയത്തിലാണെങ്കിലും ശരി, പരമാവധി ചുരുക്കി ചെലവഴിച്ച് നമ്മൾ പഠിക്കണം. അതേ സമയത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കരുത്. സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുമ്പോ, ബാപ്പാക്കും ഉമ്മാക്കും സംരക്ഷണം നൽകുമ്പോ, നമ്മളെ മക്കൾക്ക് സംരക്ഷണം നൽകുമ്പോ അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന വിധത്തിലും, അതേ സമയത്ത് അനാവശ്യം വന്നു ചേരാത്ത വിധത്തിലും, അള്ളാഹു പൊരുത്തപ്പെട്ട വിധത്തിലും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം. അവിടെ നമ്മൾ ദുലുബ്ധരാകാൻ പാടില്ല. ഇതുപോലെ നമ്മുടെ നാടുകളിലെ അവനവന്റെ നാട്ടിലെ പള്ളി, അവനവന്റെ നാട്ടിലെ മദ്രസ, അവനവന്റെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ, അതിന്റെ പുറമെ നാട് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പൊതുവായി സേവനം ചെയ്യുന്ന പൊതുസ്ഥാപനങ്ങൾ, മർക്കസു സഖാഫത്തി സുന്നിയ, ജാമിഅ സഅദിയ, മഖറു സുന്നിയ, മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയ തുടങ്ങി എത്രയോ മജ്മഅകളും മംബഅകളും ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ആ മഹത്തായ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളതുപോലെ കർണാടകയിലും ധാരാളം സ്ഥാപനങ്ങൾ അല്ലാഹു ഉയർത്തി വളർത്തി തെരുമാറാകട്ടെ. കർണാടകയിൽ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്, നല്ല ദീനീ ബോധമുള്ള മുസ്ലിമീങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലും നല്ല നല്ല സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെന്ന് നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയും പോലെ കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാകുന്നു. ഞാൻ ഈ അടുത്ത് കർണാടകയിലെ പല സ്ഥാപനങ്ങളിലും അതിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം ഉയർത്തി വളർത്തി തെരുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, കർണാടകയിലാകട്ടെ, കേരളത്തിലാകട്ടെ, എല്ലാ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിലാകട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളൊന്നാണ്, നമ്മുടെ നേതാവ് ഒന്നാണ്, നമ്മുടെ കേന്ദ്രം മക്കയും മദീനയുമാണ്. ആ മക്കയിലേക്കും മദീനയിലേക്കും നമ്മളെ മനസ്സ് തിരിയുന്നു. നേതാവ് അവിടെയാണ്, കഅബ ശരീഫ് മക്കയിലാണ്, നേതാവ് മദീനയിലാണ്. ആ നേതൃത്വത്തിന്റെ കീഴിൽ മക്ക മദീന കേന്ദ്രമാക്കി ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. ഭാഷ വ്യത്യാസമില്ല, കളറ് വ്യത്യാസമില്ല. പടച്ച റബ്ബേ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ പാവപ്പെട്ട സഹോദരിമാർ, ഞങ്ങളെ പാവപ്പെട്ട കുട്ടികൾ, പ്രായമുള്ളവർ ഫലസ്തീനിൽ ഈ മഹത്തായ പരിശുദ്ധ റമളാനിൽ അവരുടെ തലയിൽ വന്ന് ബോംബ് പതിക്കുന്നു, മിസൈൽ പതിക്കുന്നു, അവിടെ പൊട്ടിക്കരയുന്നു, പലായനം ചെയ്യുന്നു, അവരതാ പൊട്ടിത്തെറിക്കുന്നു. റബ്ബേ, ഈ ഉമ്മത്തിന് കാവൽ നൽകണം റഹ്മാനെ, സർവ ശത്രുക്കളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ, ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. ഒരു തളികയിൽ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ കൈനീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് 4 ഭാഗത്തുനിന്നും കൈനീട്ടുന്നൊരു സമയം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ ആള് ചുരുങ്ങിയത് കൊണ്ട്, ന്യൂനപക്ഷമായത് കൊണ്ട് സംഭവിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ലാ ബൽ അൻതും യൗമൈദിൻ കസീർ, ജൂതന്മാരുടെ എത്ര മടങ്ങുണ്ട് മുസ്ലിമീങ്ങൾ. സുഹൃത്തുക്കളെ, ലോകത്ത് എവിടെയും നോക്കിയാൽ മുസ്ലിമീങ്ങൾ എത്രയുണ്ട്. പക്ഷേ നബിതങ്ങൾ പറയുന്നു, ആള് ചുരുങ്ങിയതല്ല പ്രശ്നം. വലകിന്നകും ഗുസാഉൻ ഗൗസാഇസ് സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിതവറുകളെ പോലെ, നൊരകളെ പോലെ നിങ്ങൾ അതപ്പതിച്ചു പോയി. നിങ്ങൾക്ക് തഖ്വയില്ല, ഈമാനില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. ഈ ഉമ്മത്തിനെ നന്നാക്കണം റഹ്മാനെ, ഈ ഉമ്മത്തിലെ അംഗങ്ങളായ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ പ്രിയം വെച്ച എല്ലാവരെയും നന്നാക്കി തരണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ വേദന കൊണ്ട് പറയട്ടെ, സ്ഥാപനങ്ങൾ എത്രയുണ്ട്, സംഘടനകൾ എത്രയുണ്ട്, എത്രേ സംഘടനകൾ, ഒരുപാട് സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ, എത്രയോ ഉണ്ട്. ICF-ഉം RSCയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല പ്രവർത്തനത്തിന് തൗഫീഖ് ചെയ്യട്ടെ. ICF ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ആണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഉള്ള ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ളതാണ് ICF. ICF-ന്റെ പ്രവർത്തനത്തിൽ കൂടുതലും ഭാഗവാക്കായി പലപ്പോഴും ഉണ്ടാകുന്ന മലയാളികളാണ്. കാരണം അത് SOS ആണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അതോടുകൂടെ തന്നെ മലയാളം സംസാരിക്കുന്ന കന്നഡയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ അതിനോട് പൂർണ്ണമായി സഹകരിച്ച് അവരും അതിന്റെ പ്രവർത്തകന്മാരാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ICF-ന്റെ പ്രവർത്തനം എല്ലാ പ്രദേശങ്ങളിലും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഈ അടുത്ത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് മീറ്റിംഗ് വിളിച്ചിരുന്നു. അങ്ങനെ മീറ്റിംഗ് ചേർന്നപ്പോ അന്ന് ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നമുക്കൊരു സാന്ത്വന കേന്ദ്രം സ്ഥാപിക്കണം. ഞാൻ ഒറ്റക്ക് പറഞ്ഞല്ല, ഞങ്ങളെല്ലാരും കൂടി പറഞ്ഞു. ആ കേന്ദ്രം വളരെ പാവപ്പെട്ട എത്രയോ ജനങ്ങൾ വന്ന്, ക്യാൻസർ രോഗികളും കൂടെയുള്ളവരും വന്ന്, പാവപ്പെട്ടവർ മാത്രമല്ല, ചിലപ്പോൾ പണക്കാർ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല, കുടുങ്ങിപ്പോകുന്ന അവിടെ അവർക്കൊരു ചെറിയ വിശ്രമ കേന്ദ്രം അവിടെ സ്ഥാപിക്കണം. അതിന് ഏകദേശം 10 കോടി രൂപയോളം വേണം. അതുകൊണ്ട് നമ്മുടെ ICF-ന്റെ പ്രവർത്തകർ അത് സംഭരിച്ചു തരണം.
എന്ന് ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അപ്പോ അതിന് എല്ലാവരും സഹകരിച്ചു. അതായിട്ടില്ല, സ്ഥലം വാങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ബിൽഡിംഗ് ഉണ്ടാക്കണം, അപ്പൊ പിന്നെ സഹകരിക്കണം. ICF-ന്റെ പ്രവർത്തനത്തിൽ കർണാടകക്കാർ സഹകരിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലുള്ളവർ സഹകരിച്ചിട്ടുണ്ട്, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, എല്ലാ നാട്ടിലും സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. എന്നാൽ കർണാടകയിലെ പ്രവർത്തകന്മാർക്ക് പ്രത്യേകം ഒന്ന് പ്രചോദനം നൽകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മർക്കസ് സഖാഫത്തി സുന്നിയ പോലത്തെ ഒരു സ്ഥാപനം കർണാടകയിൽ ഇല്ല, ജാമിയ സഅദിയ പോലത്തെ ഒരു സ്ഥാപനം ഇല്ല. അതുപോലെ ഉള്ള വലിയ വലിയ സ്ഥാപനം സിറാജുൽ ഹുദ പോലെ, മഅദിന് പോലെ, അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ കർണാടകയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചിലതൊക്കെ ഉണ്ടാക്കി തുടങ്ങി വളർത്തി കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു തആല അതൊക്കെ വികസിപ്പിച്ച് വളരെ വിപുലമാക്കി തീർമാറാകട്ടെ. അതിനുവേണ്ടി ഈ പറയുന്ന വിനീതനായ ഞാനടക്കം ഞങ്ങളൊക്കെ ചിലപ്പോൾ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കർണാടകയിലാണ് പലപ്പോഴും പ്രസംഗത്തിനും പരിപാടിക്ക് പോവാൻ. വലിയ വിഷമാണ് പോവാനും. കാരണം സമയം, ചെറിയ സമയം മതിയാവില്ല, എത്രയോ ഓടണം. നമ്മൾ കേരളത്തിലെ റോഡുകളാണെങ്കിൽ പഠിച്ചവനെ റോട്ടുമ്മൽ ഇറങ്ങിയാൽ പിന്നെ ഇങ്ങനെ സമയം ടെൻഷനായിട്ട് വിഷമിച്ചു പോകും. അപ്പൊ എത്രയോ സമയം വേണം. എന്നാലും കുറെയൊക്കെ പരമാവധി നമ്മൾ അവിടെയും സമയം ചെലവഴിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഇവിടെ കർണാടകയിലുള്ള ആളുകൾ പ്രത്യേകം ഒന്ന് ഒരുമിച്ചുകൂടി ഇവിടെ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി KCF എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഞാൻ പറയട്ടെ, ധാരാളം സംഘടനകൾ ഇല്ലാത്ത കുറ്റക്കൂടില്ല മൊത്തത്തിൽ. അതുകൊണ്ട് എല്ലാ സംഘടനയുടെയും പ്രവർത്തനം അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് വിജയപ്രദമായി അള്ളാഹു തആല നമുക്ക് ആക്കി തരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ സംഘടനയുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ അടുത്ത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച എന്താണ്, ഒരു ബാപ്പാനെ 2 മക്കൾ കൂടി കൊന്നുകളി. എന്തിനാ കൊന്നത്? പണത്തിന് വേണ്ടിയാണ്. പൈസ കൊടുത്താൽ ബാപ്പാനെ കിട്ടുമോ? ഇനി പൈസ കൊടുത്ത ബാപ്പാനെ കിട്ടുമോ? എന്നിട്ട് ആ ബാപ്പയെ കുളിപ്പിച്ച് വയ്യത്ത് നിസ്കരിച്ച് മറവ് ചെയ്യാനുള്ള ഒരു സന്മനസ് പോലും ആ മക്കൾക്കുണ്ടായില്ല. സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടാ, സംഘടന ഇല്ലാഞ്ഞിട്ടാ, പ്രസംഗങ്ങളില്ലാഞ്ഞിട്ടാ, ക്ലാസ് ഇല്ലാഞ്ഞിട്ടാ. മനുഷ്യന്റെ ഖൽബ് നന്നാകണ്ടേ സഹോദരന്മാരെ? അള്ളാഹു ആ പാവപ്പെട്ട മനുഷ്യന് പുറത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേ കേരളത്തിൽ തന്നെ പിന്നൊരു വിഷയം ഉണ്ടായി. ഇപ്പൊ അടുത്ത് പത്രത്തിൽ വായിച്ച 2 സംഭവം ഞാൻ പറയാം. എന്താണ്? ഒരാൾ പൊന്നും കണ്ടുപോയി, വിദേശത്തുനിന്ന് സ്വർണ്ണമായിട്ട് കാരിയറായിട്ട് പോയി. അതിനും പകരൊന്നും കിട്ടൂ. പക്ഷെ അവിടെ എത്തിയപ്പോ തോന്നി അത് കിട്ടിയാ പോരാ, പൊന്ന് തീർത്തും കിട്ടണോ തോന്നി. സുബ്ഹാനല്ലാഹ്. ആ പൊന്നു കെട്ട് മുങ്ങിയപ്പോ മുങ്ങിയവനെ പൊക്കാൻ വേണ്ടി ഉടമസ്ഥൻ ശ്രമിച്ചു. മുങ്ങിയവനെ പോയിട്ട് കൂലിക്കാളെ ചെയ്യിച്ചിട്ട് കൊന്നു കളഞ്ഞു. നമ്മൾ പത്രത്തിൽ ഇങ്ങനെ ഫോട്ടോ കാണാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ദുന്യാവ് മനുഷ്യനെ എവിടെയൊക്കെ എത്തിക്കുന്നത്? ഇപ്പൊ എന്തായി? പൊന്ന് കട്ടവന് സമാധാനം കിട്ടിയോ? ഇല്ല. പൊന്ന് കട്ടവൻ അങ്ങനെ പോയി. പൊന്ന് കൊടുത്തയച്ചവന് സമാധാനം കിട്ടിയോ? അയാളെ സമാധാനവും പോയി. കൊന്നോലിക്ക് സമാധാനം കിട്ടിയോ? അവരെ സമാധാനം പോയി. എല്ലാരെ സമാധാനവും പോയി. എന്താ സമാധാനം? കാരണം അല്ലാഹു തആല പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഹറാമും ഹലാലും ഇല്ലാതെ സമ്പാദിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എല്ലാരെ സമാധാനവും നഷ്ടപ്പെട്ടു. സമാധാനം ശരിക്ക് ലഭിക്കണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണ്ടേ. ഞാനിത് പറഞ്ഞു വന്നത് സംഘടനകളില്ലാഞ്ഞിട്ടല്ല, പ്രഭാഷണങ്ങളില്ലാഞ്ഞിട്ടല്ല, അതുപോലെ തന്നെ സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടല്ല. കേരളത്തിൽ തന്നെ ഈ അടുത്ത് നടന്ന 2 സംഭവമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ നന്നാകണ്ടേ. വലാകിന്നകും ഗുസാഉൻ ഗുസാഇസ് സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ മനുഷ്യൻ അതപ്പതിച്ചു പോകുന്നു. അല്ലാഹു കാക്കട്ടെ. നമ്മൾ നന്നാകണം എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ കർണാടകയിലുള്ള പ്രവർത്തകരും ICF-ൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ കുറെ ദിവസം കഴിയുമ്പോ നിങ്ങൾ 2 സംഘടനയായിട്ട് തമ്മിൽ ഒരു അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ വന്നു പോകരുത്. അതിന് പ്രത്യേകം ശ്രമിക്കണം. അതിന് വേണമെങ്കിൽ ഒരു ഹിക്മത്ത് ഞാൻ പറയാം. KCF-ന്റെ പരിപാടിയൊക്കെ കന്നഡ ഭാഷയിലാക്കുക. പ്രസംഗമല്ല ഞാൻ പറഞ്ഞത്, നോട്ടീസും പരിപാടിയൊക്കെ കന്നഡ ഭാഷയിലാക്കുക. അപ്പൊ കർണാടകക്കാർക്ക് മാത്രമുള്ളത് ഒന്ന് ഖാസായി, മറ്റ് മലയാളത്തിലുള്ളത് മലയാളത്തിൽ, അതിന്റെ കൂടെ വേണമെങ്കിൽ എല്ലാ ഭാഷയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും ഒക്കെ. ICF ഇന്ത്യക്ക് മൊത്തത്തിൽ ഉള്ളതാണല്ലോ, അതങ്ങനെയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതെ പോകും.
മറ്റൊന്ന് പരസ്പരം ധാരണയിലും സന്തോഷത്തിലുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുക. ഞാനിത് പറയാൻ കാരണം ഇത് എല്ലാറ്റിനും ഒരുപോലെ ഉത്തരവാദിത്വവും എല്ലാറ്റിനും ഒരുപോലെ സഹകരണവും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നതുകൊണ്ട് ഞാനത് പ്രത്യേകമായി ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു നല്ല ബർക്കത്തുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഐക്യത്തോടെ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലുള്ള ആളുകളോട് ഞാൻ പ്രത്യേകം പറയുന്നു, കർണാടകയിലും ദീനിന്റെ പ്രവർത്തനങ്ങൾ ഉയരണം, വളരണം. അതിന് ഞങ്ങളൊക്കെ കഴിയും പോലെ അവിടെ പോയി സഹകരിക്കും. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു കർണാടക യാത്ര തന്നെ നടത്തുന്നുണ്ട്. അതെന്തിനാണ്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. അപ്പോ ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ഞങ്ങൾ അവിടെ സഹകരിക്കുന്നുണ്ട്. അവിടെ കേരളത്തിലുള്ള ജനങ്ങൾ കർണാടകയിൽ ഉണ്ടാകുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കണം. കേരളത്തിലുള്ള ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളിൽ കർണാടകയിലുള്ള മുഴുവൻ ആളുകളും ഇന്നുവരെയും നന്നായി സഹകരിച്ചിട്ടുണ്ട്. എനിക്കറിയാം സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ ചിലപ്പോൾ കർണാടകയിലാണ്. അതിന് മാത്രം ആളുകൾ സഹകരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. 4:15 ബോർഡിംഗ് ആണ്, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. പരിശുദ്ധ റമദാനിൽ തെറ്റ് പൊറുപ്പിക്കപ്പെടാത്തവരായി നമ്മിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്റാകാൻ വളരെ സാധ്യതയുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. 21-ാം രാവ്, 23-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, 25-ാം രാവ്, ഈ ദിവസങ്ങളെല്ലാം ലൈലത്തുൽ ഖദ്റാകാൻ വളരെ സാധ്യതയുള്ള രാത്രികളാണ്. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹരിമൽ ഖൈറു കുല്ലു, എല്ലാ ഖൈറും നഷ്ടപ്പെട്ടു പോയവനായി പോകും. അല്ലാഹുവേ, നീ അങ്ങനെ ഞങ്ങളാക്കരുത് റഹ്മാനെ. നമുക്ക് എത്രയോ പ്രതിഫലം തരാൻ വേണ്ടി അല്ലാഹു കനിഞ്ഞേകിയ രാത്രി. തനസ്സലു അലൈഹിൽ മലായിക, മലക്കുകൾ, എത്രയോ മലക്കുകൾ ഇറങ്ങി വരുന്ന ആ രാത്രി, വളരെ ബഹുമാനമുള്ള രാത്രി, എത്രയോ പാപികൾക്ക് റബ്ബ് പുറത്തു കൊടുക്കുന്ന രാത്രി, മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന രാത്രി. ആ രാത്രിയുടെ മഹത്വം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവസാനത്തെ 10 പ്രത്യേകം നിങ്ങൾ പ്രതീക്ഷിക്കണം. അതിന്റെ ഒറ്റയിട്ട രാത്രികളിൽ പ്രത്യേകം പ്രതീക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ലൈലത്തുൽ ഖദ്ർ ആണെന്ന് അറിഞ്ഞാൽ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന രാജാവാണ്, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ ധാരാളം പ്രാർത്ഥനയായി റബ്ബിനോട് നടത്താനാണ് പറഞ്ഞത്. അതുകൊണ്ട് ധാരാളം ഇന്ന് രാത്രിയിൽ, അതുപോലെ ഇനിയുള്ള രാത്രികളിൽ ഈ ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. റമദാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണത്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഈ അർത്ഥം വരുന്ന ദിക്റും ധാരാളമായി ചൊല്ലാൻ നോക്കണം. അതൊക്കെ മനസാന്നിധ്യത്തോടെ ചൊല്ലണം. നമ്മൾ വെറും നാവ് കൊണ്ട് പറയലല്ല, എനിക്ക് നരകത്തിൽ നിന്ന് മോചനം തരണമെന്ന് എന്റെ രാജാവിനോട് പറയുകയാണെന്ന ബോധത്തോടുകൂടെ പറയണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ എന്ന് വെറുതെ നാവ് കൊണ്ട് പറയുമ്പോ വേറെ എന്തെങ്കിലും വേണ്ടാത്തത് വിചാരിച്ച് പറയുന്നതിന് പകരം അല്ലാഹുമ്മ എന്ന് വിളിക്കുമ്പോ ഞാൻ എന്റെ രാജാവിനെയാണ് വിളിക്കുന്നതെന്ന് ബോധത്തോടെ വിളിക്കണം. നിങ്ങൾ കഫീലിനോട് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കുമോ? നിങ്ങളെ ഉസ്താദിനോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറൊന്ന് ശ്രദ്ധിക്കുമോ? നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കുമോ? നിങ്ങൾ ഡോക്ടറോട് നിങ്ങളെ വിഷയം പറയുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കുമോ? എങ്കിൽ അല്ലാഹുവിനോട് പറയുന്ന സമയത്ത് നമ്മൾ ഗാഫിലീങ്ങളായിട്ടല്ല പറയേണ്ടത്, മനസാന്നിധ്യത്തോടു കൂടിയാണ് പറയേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവേ എന്ന് വിളിക്കുന്നു എന്ന ബോധത്തോടെ വിളിക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നി, അഅ്തിഖ്നി എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം. അഅ്തിഖ്നി,
അല്ലാഹുമ്മ അഅ്തിഖ്നി എന്നല്ല, അല്ലാഹുമ്മ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അയിന് സുക്കൂൻ ചെയ്ത് അല്ലാഹുമ്മ അഅ്തിഖ്നി എന്നല്ല, അല്ലാഹുമ്മ അഅ്തിഖ്നി എന്നാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ. അത് പറയുമ്പോ നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം. സുഹൃത്തുക്കളെ, ഒരു സെക്കൻഡും നരകം താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ആരെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങളെന്തിനാണ് ഈ റമദാനിൽ ഈ സദസ്സിൽ വന്നത്? ഞങ്ങളെന്തിനാണ് റമദാനിൽ ഞങ്ങളെ അറിവനുസരിച്ച് നോമ്പെടുക്കുന്നത്? ഞങ്ങളെന്തിനാണ് ഈ റമദാനിൽ നിസ്കരിക്കുന്നത്? ഞങ്ങളെന്തിനാണ് ഈ സദസ്സിൽ വന്നത്? ഞങ്ങൾക്ക് നിന്റെ റമദാനിന്റെ മഹത്വം കിട്ടണം, ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. ഞങ്ങളെ ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളോട് സഹകരിക്കുന്ന ഒരാളെയും നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനേ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് പറയണം, അല്ലാഹുമ്മ, എല്ലാവരും ഒന്ന് പറയണു, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തിൽ നിന്ന് മോചനം നേടണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനകളാണ്. പരിശുദ്ധ ഖുർആൻ ഇതുവരെ ഓതിയത് കുറഞ്ഞുപോയി. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഓതണം. കാരണം നമുക്കറിയില്ല ഇത് അവസാനത്തെ റമദാനാണോ അല്ലെ, അള്ളാഹു അവസാനത്തെ ആകാതിരിക്കട്ടെ. പക്ഷേ റമദാൻ നമ്മളിൽ നിന്ന് യാത്ര പോകുമ്പോ നമ്മളെ സംബന്ധിച്ച് നല്ല റിപ്പോർട്ടോടുകൂടി യാത്ര പോകണം. അത് അവസാനത്തെ 10. ഇന്നത്തെ ഖുതുബയിൽ ഇവിടുത്തെ ഇമാമിന്റെ ഖുതുബ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഖുതുബയിൽ പ്രത്യേകം പറഞ്ഞു, റമദാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ആവേശത്തോടെ ഉണ്ടായിരുന്നു, റമദാൻ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും ആവേശം കുറഞ്ഞു പോവാണ്. അത് നേരെ തിരിച്ചായി പോയി. അങ്ങനല്ല വേണ്ടത്. ഞാനിപ്പോ ഇവിടെ വരുമ്പോ നിങ്ങളൊക്കെ കൂടി വലിയ ബഹുമാനത്തോടെ സ്വീകരിച്ചു പോകാൻ നോക്കുമ്പോ അടിച്ചങ്ങോട്ട് പറഞ്ഞേച്ചു. ഇങ്ങനെ ഉണ്ടാവും നിങ്ങളെ സ്വീകരണം. അങ്ങനെയാണോ വേണ്ടത്? ഓ സഹോദരന്മാരെ, റമദാനിനെ യാത്രയക്കുമ്പോഴല്ലേ റമദാൻ നമ്മെ സംബന്ധിച്ച് നല്ല റിപ്പോർട്ട് പറയുന്ന വിധം യാത്രയക്കേണ്ടത്. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ രാത്രികളും പകലുകളും ഇനിയുള്ള സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. എങ്ങനെ ഒരു ദിക്റ് കൂടുതൽ ചൊല്ലാൻ കഴിയും, എങ്ങനെ ഒരു 10 ദിർഹം അല്ലെങ്കിൽ 10 റിയാൽ കൂടുതൽ കൊടുക്കാൻ കഴിയും, എങ്ങനെ ഒരു ജുസ് ഖുർആൻ കൂടുതൽ ഓതാൻ കഴിയും, എങ്ങനെ ഒരു 10 സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ കഴിയും, ഇങ്ങനെ ചിന്തിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ സർവ്വ കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. സിറാജ് പത്രം അതിന്റെ ഇവിടുത്തെ എഡിഷൻ തുറക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്, അതിന് മുമ്പും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, സിറാജ് പത്രം നമ്മളെല്ലാവരും പ്രചരിപ്പിക്കണം, വാങ്ങണം. പോരാ, സിറാജിന്റെ മരം നിലനിർത്തണം, എന്നാലേ ഒമാനിലെ കൊമ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ സഖാഫിനെ വിളിച്ച് ഞാൻ ദുബായിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സിറാജ് പത്രത്തിന് ഇപ്പോൾ ഒരു വലിയ വിഷയം ഉണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്. പത്രത്തിന്റെ ഓഫീസിലുള്ളവർക്ക് ഇത്ര ശമ്പളം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിയാവേണ്ട. ഇനി ഒരു അപ്പീലിന് പോകാൻ വകുപ്പില്ല. അതുകൊണ്ട് പത്രം നിലനിർത്തണമെങ്കിൽ നിങ്ങളൊക്കെ സഹകരിക്കണം. അവിടെ ICF-ന്റെയും RSCയുടെയും KCF-ന്റെയും ഒക്കെ പ്രവർത്തകന്മാര്, മലയാളത്തിലുള്ള പത്രമാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ വിഷയത്തിലും കർണാടകക്കാർ സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങിയതൊരു മാസത്തിൽ ഒരു റിയാല്, അതിന് കഴിയാത്തവർ ഒരു 1/2 റിയാല് നമ്മളെ ദഅവത്തിന്റെ രംഗത്തേക്ക് എല്ലാ യൂണിറ്റുകളിൽ നിന്നും, RSCയുടെയും ICF-ന്റെയും യൂണിറ്റുകളിൽ നിന്ന് തിരിച്ച് അയച്ചു തരണം എന്ന് ഇൻഷാ അല്ലാഹ് കത്ത് വന്നോന്നറിയില്ല. കത്ത് വരും. വന്നാൽ നിങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. ഞാനുണ്ടല്ലോ, സാധാരണ കല്യാണത്തിനൊക്കെ കത്ത് കൊടുത്തയച്ചാൽ കണ്ടാലൊന്ന് പറയണം, ഇതാ കല്യാണത്തിന് കത്ത് വരുന്നുണ്ട്, കുട്ടികളങ്ങ് കൊണ്ടുവരും, നിങ്ങൾ വരണമെന്ന് പറയണല്ലോ. അതുപോലെ ഒന്നിപ്പോ വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, എല്ലാവരും അതിൽ സഹകരിച്ച് നിലനിർത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലെല്ലാവരും സഹകരിക്കണം എന്നൊക്കെയാണ്. കർണാടകക്കാരൊക്കെ KCF-ൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പ്രത്യേകം അതിന്റെ പ്രവർത്തകന്മാർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ സാധാരണ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രചോദനം നൽകുക എന്നുള്ളത്
ഒന്ന് നല്ലതാ. നമ്മളെ ഇഖ്ബാൽ അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ചെലവാണ് ഈ പരിപാടിക്ക്. അദ്ദേഹത്തിന് എന്താ പ്രത്യേകം വേർക്കാനെന്ന് ചിലപ്പോൾ തോന്നുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഈ പരിപാടിക്ക് ഈ ഹാളിൽ നിന്ന് നല്ല വാടക കൊടുക്കും. അതുപോലെ എന്റെ പ്ലെയിന്റെ ടിക്കറ്റിന്റെ പൈസ തരും. അപ്പൊ അതൊക്കെ അദ്ദേഹം സ്വന്തത്തിൽ ഏറ്റതാ. എന്നിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോ അയാൾക്കൊന്നും അങ്ങനെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഈ പരിപാടി ഞാൻ പ്രത്യേകം ഏറ്റെടുത്തത്. ഞാൻ പറയാണ്, അപ്പൊ പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്നോളി, നല്ല ആളുകളെ ഞങ്ങൾ സംഘടിപ്പിക്കും. അങ്ങനെ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് സിറാജുലൊക്കെ നല്ല പൈസ അവിടുന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അത് മൂപ്പർ ഇങ്ങോട്ട് എന്നെ ഒന്ന് പ്രചോദനം നൽകിയതാണ്. പ്രചോദനം അങ്ങോട്ടും പ്രോത്സാഹനം നൽകണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫാറൂഖ് സഖാഫി അതിന്റെ ഓർഗനൈസറാണ്. കർണാടകയിലുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്നു, കേരളത്തിലുള്ളവരോട് ഞാൻ പറയേണ്ടതില്ല, അറിയാതെ തന്നെ അവർ ചെയ്യേണ്ടതാണ്. എല്ലാവരോടും പറയുന്നു, നിങ്ങളൊക്കെ ഒരു മാസത്തിൽ എനിക്ക് ഒരു വരിസംഖ്യ കൊടുക്കണം. സിറാജുൽ ഹുദക്ക് ഒരു മാസത്തിൽ 65 ലക്ഷം ഉറുപ്പിക ചെലവിന് വേണം. 65 ലക്ഷം ഉറുപ്പിക സുമാർ ചെലവിന് വേണം. വരുമാനമുള്ളത് ആകെ 1.5 ലക്ഷം ഉറുപ്പികയാണ് ഒരു മാസത്തിൽ. പിന്നെ ഇതെങ്ങനെയാ നടത്തിക്കൊണ്ടുപോവാ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല തന്ന തൗഫീഖാണ്. അല്ലാഹു ഒരുപാട് ദുആകൾക്ക് ഉത്തരം തന്നു, നേർച്ചകൾക്ക് വലിയ ഫലം തന്നു. അതുകൊണ്ട് ഒരു മാസത്തിൽ 25 ലക്ഷം ഉറുപ്പികയോളം നേർച്ചയായിട്ട് അല്ലാഹു തആല തരും. ഞാൻ മംഗലാപുരത്ത് നിന്ന് 250 കിലോമീറ്റർ അകലെ ശാന്തിപുരം എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മരക്കച്ചവടം നടത്തുന്ന ഒരു അലി ഹാജി എന്നാണ് അയാളെ പേരുന്ന എന്റെ ഓർമ്മ, രാജ്യാർ. അദ്ദേഹം 50,000 ഉറുപ്പിക സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി ഒരു കച്ചവടത്തിൽ കുടുങ്ങി. അൽഹംദുലില്ലാഹ്, അദ്ദേഹം വിജയിച്ചു. പിന്നെയും അദ്ദേഹം സിറാജുൽ ഹുദയിൽ വന്നു, ഒരിക്കലും വന്നു, പിന്നെയും വന്നു. ഇപ്പൊ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം ഇയാൾ ടെലിഫോൺ ചെയ്തിട്ടുണ്ടോ, എന്റെ നാട്ടിൽ ഞാൻ പള്ളിക്ക് മിനാർ ഉണ്ടാക്കി, ആ മിനാറും ഒന്ന് സമർപ്പിക്കണം, അതിന് നിങ്ങളൊന്നും എന്റെ നാട്ടിൽ വരണം. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മംഗലാപുരം ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് രാത്രി പോയി 250 കിലോമീറ്റർ ഓടണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സുബിയായിട്ടുണ്ട് ഏകദേശം. അപ്പൊ അദ്ദേഹത്തിന് നല്ല മക്കളുണ്ട്. മക്കളൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ ഖാദിമികളാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ സിറാജുൽ ഹുദക്ക് നേർ ചെയ്താൽ എല്ലാറ്റിനും ഫലം കിട്ടും. അതിന് എന്തെല്ലാം അനുഭവങ്ങളാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ കിണറ്റിലെ വെള്ളം പറ്റിപ്പോയി. അങ്ങനെ പറ്റിപ്പോയപ്പോ രാത്രി വെള്ളം ഇല്ലാത്തതുകൊണ്ട് രാത്രി നേർച്ചയാക്കി. നേരം വിളിച്ചപ്പോൾ കിണർ നിറയെ വെള്ളമുണ്ട്. അങ്ങനെ അല്ലാഹു തആല വലിയ അത്ഭുതങ്ങൾ ആ സ്ഥാപനത്തിന് തന്നതുകൊണ്ട് അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോ തങ്ങൾ കുറ്റ്യാടിക്കാരനാണ്. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വിദ്യാർത്ഥിയാണ്. ഇപ്പൊ അദ്ദേഹം അവിടുത്തെ മുദരിസാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് 11 മഹല്ലിൽ സുന്നികൾക്ക് ഒരൊറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഒന്നുമില്ല. ഒക്കെ ബിദ്അത്തുകാർ കയ്യിലാക്കിയിട്ട് മഖ്ബറയൊക്കെ അടിച്ച് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞ ഒരു പ്രദേശമാണ്. അൽഹംദുലില്ലാഹ്, ഒരു ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സിറാജുൽ ഹുദ ഇന്ന് അതിന്റെ കീഴിൽ 10-70ഓളം പള്ളികൾ നിർമ്മിച്ചു, 10-35ഓളം മദ്രസകൾ സ്ഥാപിച്ചു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആൻ മനപ്പാഠമാക്കുന്ന കുട്ടികൾ തന്നെ 100-300ഓളം കുട്ടികൾ പഠിക്കുന്നു. അവർ തന്നെ സ്കൂളിലും പഠിക്കുന്നു. 10ാം ക്ലാസ് പാസ്സാകുന്നു, SSLC പാസ്സാകുമ്പോഴേക്കും അവർ ഖുർആൻ മനപ്പാഠാക്കിയിട്ടുണ്ടാവും. അതുപോലെ അൽഹംദുലില്ലാഹ് ദഅവ കോളേജ് നടക്കുന്നു. അവർ PG വരെ അവർ പഠിക്കുന്നു, PG എടുക്കുന്നു. അതേ സമയത്ത് തന്നെ അവർ ഞങ്ങളൊക്കെ എടുത്തതുപോലെ മതപരമായി ബിരുദമെടുക്കുന്നു. ശരീഅത്ത് കോളേജിൽ ആവശ്യമായ അറിവുകളൊക്കെ നൽകി അവരെയും പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നു. നമ്മുടെ ഫാറൂഖ് സഖാഫിയോട് പഠിച്ചത് തന്നെയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് യതീം കുട്ടികൾക്ക് മുഴുവനും ഫ്രീ ആയിട്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. അവിടെ ഒക്കെ യതീം കുട്ടികൾക്ക് ഫ്രീ ആണ്. മറ്റുള്ള കുട്ടികൾക്ക് മതപരമായ അറിവ് കൊടുക്കുന്നു, അതെല്ലാം ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ നടത്തുന്നു. അതിൽ നിങ്ങളും ഒരു ചെറിയ ഭാഗവാക്കാകാൻ വേണ്ടി ഒരു മാസത്തിൽ ചെറിയ വരിസംഖ്യ നിങ്ങളൊക്കെ കൊടുക്കണം എന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. വരിസംഖ്യ ചേർക്കാൻ എന്താ വകുപ്പുണ്ടോ? സ്ലിപ്പുണ്ടോ? ഒന്ന് പെട്ടെന്ന് വിതരണം ചെയ്താൽ അങ്ങനെ എഴുതി തരും. കർണാടകയിലുള്ളവർ കന്നഡയെ തന്നെ എഴുതി കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർണാടകക്കാർ കന്നഡ ഭാഷയിൽ ആക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എഴുതി കൊടുത്താൽ മതി, മലയാളത്തിൽ എഴുതണമെന്നില്ല. പിന്നെ കന്നഡ ഭാഷ അറിയുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ട് വായിപ്പിച്ചാൽ മതിയല്ലോ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ. അല്ലാഹു തആല നമ്പർ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. നമ്പർ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ എഴുതുള്ളൂ. ഇങ്ങനെയാണ്. പണ്ട് കോഴിക്കോട്ട് ഒരു അറബി ഒന്ന് പ്രസംഗിച്ചു പോയപ്പോ ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് മലയാളത്തിൽ തന്നെയാ പറഞ്ഞത്. അപ്പോ സുഹൃത്തുക്കളെ, എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നല്ലതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.